Morning, sir. Good morning. സോ നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ശരത് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ആളെന്ത് ചെയ്യാം, നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ശരത് സാർ, ഹായ് രഞ്ജി, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. സ്റ്റാർട്ട് ചെയ്യല്ലേ? യെസ്, സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ് ടു ഓൾ. Good morning, sir. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? Good Hello, morning, sir. sir. ഗുഡ് മോർണിംഗ്, ഗുഡ് Good മോർണിംഗ്, morning. ഗുഡ് മോർണിംഗ്, Good morning, sir. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ സ്കൈലർ പ്ലാറ്റ്ഫോമിലെ രണ്ടാമത്തെ ദിവസമാണ് അല്ലേ? കുറച്ച് ദിവസം നമ്മൾ മെഡിറ്റേഷനൊക്കെ ബ്രേക്ക് എടുത്ത് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇന്നിപ്പോ രണ്ടാമത്തെ ദിവസമാണ്. ഇപ്പൊ എല്ലാവരും നല്ലൊരു ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ? നല്ല എനർജി ഒക്കെ ഹൈ ആയിട്ട് ഇരിക്കുകയാണല്ലേ? അപ്പൊ ഞാൻ ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് തന്നെയാണ്. എല്ലാവരും ഓക്കെ അല്ലേ? Okay. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. Okay, sir. Okay. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്? നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മളിൽ പലരും പറയും, എനിക്ക് ഒന്നുമില്ല, എനിക്ക് സന്തോഷിക്കാനാകുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും ഇല്ല എൻ്റെ ലൈഫിൽ, എനിക്ക് സന്തോഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എനിക്ക് അനുഗ്രഹങ്ങളൊന്നുമില്ല എന്ന് പറയാറുണ്ട് അല്ലേ? അങ്ങനെ ആരെങ്കിലും പറയാറുണ്ടോ നമ്മുടെ ഈ ഒരു ഇപ്പൊ വന്നിരിക്കുന്നതിൽ? ഇപ്പൊ പറയാറില്ല, ആദ്യം പറഞ്ഞിരുന്നു. ഉള്ളത് ആദ്യം പറയാതെ. ആദ്യം ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ എന്തുകൊണ്ടാണ് പറയാത്തത്? മനസ്സിലായി. ഇപ്പോ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി അല്ലേ? അപ്പോ നമ്മളിങ്ങനെ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, നമ്മൾ അറിയാതെ നമ്മുടെ ലൈഫിൽ ഇപ്പൊ ഇവിടെ വന്നിരിക്കാൻ പറ്റുന്നുണ്ട് ഇല്ല, ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഒരു 50 പേര് ഈ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊന്നും അറിയാതെ ഒരുപാട് പേര് ഇത്രയും അനുഗ്രഹങ്ങളുണ്ട്. പിന്നെ നമുക്ക് നല്ല വീടുണ്ട്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്, നല്ല ഫാമിലി ഉണ്ട്. ഇതിൻ്റെ ഒന്നും നമ്മുടെ ആ ഒരു അനുഗ്രഹമാണെന്ന് അറിയാതെ ഒരുപാട് പേര് കംപ്ലൈന്റ് പറഞ്ഞു ദിവസം അല്ലെ? രാവിലെ എണീറ്റ് കഴിഞ്ഞാല് നമ്മൾ അനുഗ്രഹങ്ങളിലേക്ക് നോക്കാതെ വൈകുന്നേരം ആവുന്നത് വരെ പല കാര്യങ്ങളിലും കംപ്ലൈന്റ് പറഞ്ഞിട്ടും കുറ്റപ്പെടുത്തിയിട്ടും പോകുന്നുണ്ട് അല്ലെ? നമ്മളിങ്ങനെ കംപ്ലൈന്റ് ചെയ്യുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടാവുന്നുണ്ടാവും, അല്ലെങ്കിൽ ഗുണം ഉണ്ടാവുന്നുണ്ടാവും. ഉണ്ടോ? ആരും ഇല്ലേ? ആർക്കൊരു ഗുണമൊന്നുമില്ലേ? ഇല്ല. ഇല്ല. പക്ഷെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ മനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലേ? ആ മാറ്റം തന്നെ നമ്മുടെ ലൈഫിലും കാണാൻ പറ്റും. ശ്രദ്ധിച്ചിട്ടുണ്ടോ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്? ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് വീണ്ടും വീണ്ടും ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാനുള്ളെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള അത് ഫീൽ ചെയ്യാനുള്ള അവസരങ്ങൾ ദിവസം നമ്മുടെ മുന്നിലേക്ക് യൂണിവേഴ്സ് എത്തിച്ചു തരുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങൾ സ്ഥിരമായിട്ട് കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ കംപ്ലൈന്റ് പറയാനുള്ള അവസരങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും ഇല്ലേ? എന്നും പ്രശ്നങ്ങളായിരിക്കും ലൈഫിൽ. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എന്നും പ്രശ്നങ്ങളായിരിക്കും. സാറേ, എന്താണ് ബാലക പറഞ്ഞോളൂ. ഈ കംപ്ലൈന്റ് പറയുന്നവർക്ക് കംപ്ലൈന്റ് ആണെന്ന് തോന്നില്ല. അവരിങ്ങനെ നോർമലായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കലാണ്. അതെ, കംപ്ലൈന്റ് അവർ മനസ്സിലാക്കുന്നില്ല. അതൊരു പ്രശ്നമാണെന്ന് നമുക്ക് തോന്നൂല അല്ലേ? അങ്ങനെ ഇല്ല, പറഞ്ഞുകൊണ്ടിരിക്കും. അവരിങ്ങനെ നോർമൽ സംസാരം പോലെ അത് അവിടെ എങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കായി ഇങ്ങനെ വായിന്ന് വീട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് അത് മാറ്റാൻ പോവാണ്. നമ്മൾ ഇനി നമ്മുടെ അനുഗ്രഹങ്ങളൊക്കെ കാണാൻ പോകും. നമ്മളെ മെഡിറ്റേഷനിൽ കുറച്ച് കണ്ടു അല്ലേ? നല്ല മഴ തന്നതിന്, നല്ല വീട് തന്നതിന്, നല്ല ബന്ധുക്കളെ തന്നതിന്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഇന്ന് ആ മെഡിറ്റേഷനിലെ ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി പറഞ്ഞു. അപ്പൊ നമ്മളിനി ഈ കംപ്ലൈൻസ് നിർത്തിയിട്ട് നമ്മുടെ
നമുക്കുള്ള അനുഗ്രഹങ്ങൾക്ക് നമ്മൾ ഇന്ന് മുതൽ നന്ദി പറയാൻ പോവാണ്. ഈ പലർക്കും ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? വെറും താങ്ക് യു എന്ന് പറയുന്നതാണ്. പക്ഷെ അതാണ് പല ആളുകളും വിചാരിക്കുന്നത്. ഇപ്പൊ ചില ആളുകൾ ഹെൽപ്പ് ചെയ്തു, താങ്ക് യു, അല്ലേ, ചുമ്മാ പറഞ്ഞു. പക്ഷെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന വാക്ക് ഒരു എന്താ പറയുന്നത്, ഒരു താങ്ക് യു മാത്രമല്ല, അത് നമ്മുടെ ഒരു ആന്തരികമായ അവസ്ഥയാണ്, അല്ലെ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനമാണ്. നമ്മൾ ഒരാൾക്ക് താങ്ക്സ് പറഞ്ഞാൽ അത് പൊതുവായിട്ട് നമ്മൾ പറയും. അത് ഒരാളെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് താങ്ക് യു പറയണം. അത് പൊതുവായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു അപ്രിസിയേഷൻ തോന്നുമ്പോൾ, അതായത് അതാണ് ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലേ. നമുക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്ത് തന്നു, അപ്പൊ നമ്മൾ എന്താ പറയാ, അയ്യോ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തരുന്ന സമയത്ത് നമുക്ക് ഉള്ളിൽ നിന്ന് നമ്മൾ അത് എടുത്തു പറയാറില്ലേ? അവർ ചെയ്തു തന്നതിനെ ഉണ്ടോ? പറയാറുണ്ടോ? എല്ലാരും ഒന്ന് വീഡിയോയിൽ വരും കേട്ടോ. ആകെ അനിതമ മാത്രമേ ഉള്ളൂ. വീഡിയോയിൽ വരാൻ പറ്റുന്നവരൊക്കെ വീഡിയോയിൽ വരാം. എല്ലാവരും വീഡിയോയിൽ വരും, കഴിയുന്നവരൊക്കെ വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മളത് നമുക്ക് എടുത്ത് ചെയ്ത് തന്ന, അല്ലെങ്കിൽ നമുക്കുള്ള അനുഗ്രഹങ്ങൾക്ക് ഒരാൾ ഹെൽപ്പ് ചെയ്തിരുന്ന സമയത്ത് നമ്മളത് എടുത്ത് പറയുമ്പോൾ, അവർക്ക് പറയുമ്പോൾ അതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അല്ല ചുമ്മാ നമ്മൾ പല കാര്യങ്ങളും ഇപ്പൊ നമ്മളൊരു ഹാബിറ്റ് ആയിട്ട് മാറിയിട്ട് ചില എന്ത് കേട്ടാലും നമ്മൾ വാട്സപ്പിലൊക്കെ ചെയ്യൂലേ, വാട്സപ്പ് ചെയ്യും, എന്താണ് താങ്ക് യു, അത് അവിടെ തീർന്നു. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നല്ല, അതൊരു ഹാബിറ്റായി മാറിയതാണ്, ഒരു സോഷ്യൽ ഹാബിറ്റായി മാറിയതാണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ അവയർനെസ്, ഇതുപോലെ ആക്സെപ്റ്റൻസും അതുപോലെ അപ്രിസിയേഷനും കൂടെയാണ്. നമ്മൾ അവയർനെസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തുണ്ട് എന്ന് കാണുക, അല്ലെ. ഒരാൾ ഒരു കാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് അനുഭവിക്കാനുള്ള നമുക്ക് അനുഗ്രഹങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കിയാൽ കാണാം, അല്ലെ. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നു, ഈ ക്ലാസ് കേൾക്കുന്നു, അതുപോലെ മെഡിറ്റേഷൻ ചെയ്തു. അപ്പൊ നമ്മുടെ വീട്ടിലിരുന്നിട്ടാണ് ചെയ്യുന്നത്. ചില ആളുകൾക്ക് വീടില്ലാത്ത കുറെ ആളുകളുണ്ട്, അല്ലെ. തെരുവിൽ കഴിയുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അസുഖം ബാധിച്ചിരിക്കുന്ന ആളുകളുണ്ട്. രാത്രി ഉറങ്ങിയിട്ട് പലരും ഈ ഭൂമിയിലേക്ക് കണ്ണ് തുറക്കാതെ ഈ ഭൂമിയിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ടാവും, അസുഖം ബാധിച്ചിട്ട് അല്ലെങ്കിൽ വേറെ എങ്ങനെയെങ്കിലുമൊക്കെ, അല്ലേ. അപ്പൊ ഇപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, അത് നമ്മൾ അവെയർ ആവണം. അതേപോലെ ആക്സെപ്റ്റൻസ്, അതിനെ നമ്മൾ ഫൈറ്റ് ചെയ്യാതെ, അല്ലേ, നമുക്ക് അതില്ല ഇതില്ല എന്ന് പറഞ്ഞത് നമ്മളത് കംപ്ലൈൻസ് പറയാതെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അതുപോലെ അപ്രിസിയേഷൻ, അതിന് നമ്മൾ വാല്യൂ കൊടുക്കണം. നമുക്കുള്ളതിനും നമ്മൾ ചെയ്തു തരുന്ന കാര്യത്തിനും വാല്യൂ കൊടുക്കണം. നമുക്ക് തോന്നും, ഇപ്പൊ നമ്മൾ ശ്വസിക്കുന്നുണ്ട്, അല്ലേ, നമ്മളറിയാതെ നമ്മൾ ശ്വസിക്കുന്നുണ്ട്, അല്ലേ. പക്ഷേ നമുക്ക് ആ ശ്വാസം കുറച്ച് സെക്കൻഡ് അതൊന്ന് നിന്ന് പോകുമ്പോൾ അപ്പൊ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഒരു 2-3 കുറച്ച് സെക്കൻഡുകള് നമ്മളെ ബ്രീത്ത് ഒന്ന് സ്റ്റെക്കായി കഴിഞ്ഞാൽ എന്താ അവസ്ഥ? അപ്പോഴാണ് നമുക്കതിന്റെ വാല്യൂ മനസ്സിലാവുന്നത്, അല്ലേ. ഒന്ന് സ്റ്റെക്കായി നോക്കണോ? അപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് പഠിപ്പിക്കുന്നത് എന്താ വെച്ചാല്, നമുക്ക് ഈ ഉള്ളത് നഷ്ടപ്പെടുമ്പോൾ അല്ല ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കേണ്ടത്, അല്ലേ. നമുക്കത് ഇല്ലാതായി, നമുക്ക് കണ്ണുണ്ടാവുമ്പോഴേ കണ്ണിന്റെ വില അറിയുള്ളൂ എന്ന് പറയുന്ന പോലെയല്ല. ഇത് നമുക്കത് നഷ്ടപ്പെടുമ്പോഴല്ല അത് ഫീൽ ചെയ്യേണ്ടത്. നമുക്കത് ഉള്ളപ്പോഴാണ് നമുക്ക് അതിന്റെ വാല്യൂ തിരിച്ചറിഞ്ഞു, നമുക്ക് ഇന്ന കാര്യങ്ങളുണ്ട്. ആ നഷ്ടപ്പെടുന്നതിന് മുൻപ് നമ്മുടെ ലൈഫിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ യൂണിവേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഈ ഒരു എനർജി, അല്ലെങ്കിൽ ഈ പ്രപഞ്ച ശക്തി, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ആരാണ്, നമ്മൾ എന്തിനാണ് വിശ്വസിക്കുന്നത്, ആ എനർജി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് തന്നിട്ടുണ്ട്. അത് ഉള്ള സമയത്ത് നമ്മളത് ഫീൽ ചെയ്യണം. ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എന്ത് സംഭവിക്കാം? ഓട്ടോമാറ്റിക് മോഡിലായിരിക്കുമ്പോൾ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ എന്താ, നമ്മൾ പല കാര്യങ്ങൾ ചെയ്യും, അല്ലേ. രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പം മൊബൈൽ എടുത്ത് നോക്കും, അത് സ്ക്രോൾ ചെയ്യും, അല്ലേ. അതിൽ ആരെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടോ,
അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് പോയി നോക്കും, ആരെങ്കിലും റീൽസ് ഷെയർ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഇതങ്ങനെ രാവിലെ എണീറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഒരു മോഡിൽ, ഒരു ഓട്ടോമാറ്റിക് മോഡിൽ നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ വർക്കിന് പോകും, കാര്യങ്ങൾ വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യും, പല കാര്യങ്ങളും ചെയ്തിട്ട് അങ്ങനെ ഒരു ഓട്ടോമാറ്റിക് മോഡിലായിരിക്കും നമ്മൾ പോകുന്നത്. എന്നാൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമ്മുടെ ലൈഫ് കോൺഷ്യസ് മോഡിലായിരിക്കും. അത് നമുക്ക് ഈ നിമിഷം നമ്മൾ പറയില്ലേ, മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കാന്ന് പറയുന്നത്, നമുക്ക് ഈ നിമിഷത്തിൽ നമുക്കുള്ള എല്ലാ അനുഭവങ്ങളും ഫീൽ ചെയ്ത് നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കാൻ പറ്റും. മൈൻഡ്ഫുൾ ആകാന്ന് പറയുന്നത് എന്താ? നമ്മൾ ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളത്, അല്ലേ? നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഫീൽ ചെയ്യും. മൈൻഡ്ഫുൾ എന്താ? നമ്മൾ ഇപ്പൊ ജീവിച്ചിരിക്കുന്നു, നമുക്ക് വിശ്വസിക്കുന്നത്, നമ്മുടെ ബോഡി, ഇതെല്ലാം നമ്മൾ സ്കാൻ ചെയ്തിട്ടായിരിക്കും. നമ്മൾ നടക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചായിരിക്കും, നമ്മൾ ഒരാളോട് സംസാരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടായിരിക്കും, അവർ നമ്മളോട് എന്ത് പറയണം, നമ്മളത് അവെയർ ആയിട്ട് നമ്മൾ ആ ഒരു കോൺഷ്യസ് മോഡിലായിരിക്കും നമ്മൾ പോകുന്നത്. നമ്മൾ ഈ താങ്ക്സ് അത് അടുത്തതായി നമുക്ക് പറയുന്നത്, ഈ താങ്ക്സ് പറയുമ്പോഴും അതുപോലെ ഈ ഗ്രാറ്റിറ്റ്യൂഡും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ നോർമൽ താങ്ക്സും അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താ നോക്കാം. താങ്ക്സ് എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ പുറമേ നമ്മൾ പറയുന്ന ഒരു കാര്യം മാത്രമാണ്, അല്ലേ? നമ്മൾ ചുമ്മാ പറഞ്ഞു പോകും. എന്നാൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഉള്ളിലേക്ക് കൊടുക്കുന്ന സമയത്ത്, നമ്മളത് ഫീൽ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മളിൽ മാറ്റം വരുന്നത്, ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്, അല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ സ്ഥിരമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള അവസരങ്ങൾ വരും എന്ന് പറയും, അല്ലേ? നമ്മളെപ്പോഴും കംപ്ലൈന്റ് പറയുകയാണെങ്കിലോ കംപ്ലൈന്റ് പറയാനുള്ള അവസരങ്ങൾ തന്നെ വരുള്ളൂ. അപ്പൊ നമ്മൾ താങ്ക് യു എന്ന് പറയുന്നത് നമ്മൾ ചുമ്മാ വായ കൊണ്ട് പറയാം, ഇതിന് നമുക്ക് മൈൻഡിനോ നമ്മുടെ ലൈഫിലോ ഒരു മാറ്റങ്ങളും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡായി പറയുന്ന സമയത്ത്, അത് ഫീൽ ചെയ്ത് പറയുന്ന സമയത്ത് നമ്മൾ ഹൃദയത്തിൽ അത് ഫീൽ ചെയ്യുന്നുണ്ട്, നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യുന്നുണ്ട്. നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യുന്നതിനുള്ള ബെസ്റ്റ് ടൂളും കൂടിയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു, ആ വെയിറ്റർക്ക് നമ്മൾ താങ്ക്സ് പറഞ്ഞു, അല്ലേ? താങ്ക്സ് പറയും, അല്ലേ? പക്ഷേ നമ്മൾ ആ ഭക്ഷണം കൊണ്ട് നമ്മളെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് ഇത് കിട്ടാൻ നമ്മുടെ മുന്നിലേക്ക് ആ ഒരു പാകം ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് സെർവ് ചെയ്യാന് അതിന്റെ ഇടയിൽ പ്രവർത്തിച്ച് ഒരുപാട് ആളുകൾ അതിന്റെ ഇടയിൽ കൃഷി ചെയ്തിട്ടുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ ഒരുപാട് ആളുകൾ അതിലേക്ക് നമ്മളെ മുന്നിലേക്ക് ആ ഭക്ഷണമായിട്ട് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുടെ എഫേർട്ട് ഉണ്ടാവും. അപ്പൊ നമ്മൾ അത് ഫീൽ ചെയ്യുമ്പോൾ എന്താണ്? അതാണ് അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് വരുന്നത്. മറ്റത് നമ്മൾ ആ വെയിറ്റർ നമുക്ക് കൊണ്ടുവന്നു, നമ്മളവിടെ ചിരിച്ചിട്ട് പറഞ്ഞു, താങ്ക്സ് എന്നിട്ട് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇവിടെ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് വരുന്ന സമയത്ത് അങ്ങനെ ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്ക്സ് എന്ന് പറയുന്നത് ഒരു നിയമമായിട്ടാണ് ഒരാൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്താല് അത് താങ്ക്സ് പറയണം എന്നുള്ളതൊരു നിയമമായിട്ടാണ് പല ആളുകളും നമ്മളത് വിചാരിച്ച് പറയണം. ഒരു കാര്യം, ഒരു ഉപകാരം ചെയ്യുന്ന സമയത്ത് നന്ദി പറയണ്ടേ എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ അതൊരു അവയർനെസ് ആണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ന കാര്യങ്ങൾ, ഈ യൂണിവേഴ്സിൽ അനുഗ്രഹങ്ങളാണ്, നമ്മളെ ഹെൽപ്പ് ചെയ്യാനും നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചു തരാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ യൂണിവേഴ്സ് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്, അല്ലേ? താങ്ക്സ് എന്ന് പറഞ്ഞാൽ ഈ നിമിഷത്തിൽ പറയും, ചിലപ്പോൾ നമ്മൾ ആ നിമിഷത്തിൽ അപ്പം തോന്നുമ്പോൾ പറയും. എന്നാൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ്. മറ്റേത് ചിലപ്പോൾ നമുക്ക് ആ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഓർമ്മ ഉണ്ടുള്ളൂ. പക്ഷെ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ മൈൻഡിൽ അത് എപ്പോഴും ഉണ്ടാവും. അതിങ്ങനെ ഫീൽ കള്ളാകളൊക്കെ വായ തന്നെ അതിൽ പോയി പോതാ എടാ വായ തന്നെ നമ്മൾ ഡെയിലി താങ്ക്സ് പറയുന്നു, പക്ഷെ ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗോള് എന്ന് പറയുന്നത് താങ്ക്സിൽ നിന്ന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. റെഡി അല്ലേ?
ഓക്കെ അല്ലേ? നമുക്ക് ആ താങ്ക്സിൽ നിന്ന് ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് ചേഞ്ച് ചെയ്യാം അല്ലേ? ഓക്കെ. എന്തുകൊണ്ടാണ് നമുക്ക് പല ആളുകൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ കഴിയാത്തത്? എന്തുകൊണ്ടായിരിക്കും? Yes. ഇവിടെ ഞാൻ മാത്രം പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ചാറ്റിലായിട്ടോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു വോയിസ് ആയിട്ടോ നിങ്ങളത് മൈക്ക് കൺവേർട്ട് ചെയ്തിട്ട് പറയാം. അപ്പൊ നമുക്ക് രസമായിട്ട് ഇങ്ങനെ പോകാം. ഇപ്പൊ നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡ് പല ആളുകൾക്കും പ്രാക്ടീസ് ചെയ്യാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ നമ്മുടെ ബ്രെയിൻ എപ്പോഴും കംപ്ലൈന്റ് മോഡിലാണ് അല്ലെ? നമ്മുടെ അങ്ങനെ എന്ത് കിട്ടിയാലും പല കാര്യങ്ങളും നമ്മളെ കംപ്ലൈന്റ് മോഡിലാണ് നമ്മളെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ചൈൽഡ്ഹുഡിലാണെങ്കിൽ നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു സർക്കിൾ, നമ്മുടെ ആ ഒരു സർക്കിളിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങൾ കിട്ടി. നമ്മുടെ ഇല്ലായ്മയെ കുറിച്ച്, നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ചാണ് അല്ലെ? എന്ത് കിട്ടിയാലും അതിൽ കുറവ് കാണാം. നമ്മളെ ബ്രെയിൻ പഠിച്ചത് എന്താ? കുറവ്, അതെനിക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവനത് എനിക്ക് ചെയ്തു തന്നിട്ടില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെപ്പോഴും കംപ്ലൈന്റ് മോഡിലായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാൻ പറ്റാറില്ല. ഇല്ലായ്മയെ കുറിച്ച് കിട്ടിയതിൽ നന്ദിയില്ലാത്ത, അതെ, കിട്ടിയതിൽ നന്ദിയില്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും കംപ്ലൈന്റ് മോഡിലായിരിക്കും. പിന്നെ വരുന്നത് എന്താ വെച്ചാല് നമ്മൾ കമ്പാരിസൺ മൈൻഡ് സെറ്റ്. നമ്മളെപ്പോഴും മറ്റുള്ളവരെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? കമ്പയർ ചെയ്താൽ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാതാവും. ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെറിയ കുട്ടികളെ കണ്ടിട്ടില്ലേ? മാർക്ക്, സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ മാർക്ക് കുറഞ്ഞതിൽ അടുത്ത വീട്ടിന്റെ കുട്ടികളൊക്കെ കമ്പയർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവൻ നല്ല കുട്ടിയാണ്, അവൻ നന്നായിട്ട് പഠിക്കും, അല്ലെങ്കിൽ അവനക്ക് നല്ല ജോലി കിട്ടിയിട്ടുണ്ട്, നീ ഇപ്പോഴും കളിച്ചാണോ, അങ്ങനെ പല രീതിയിൽ നമ്മൾ കുട്ടികളെ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ തന്നെ, നമ്മുടെ ഫാമിലിയിലും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കമ്പാരിസൺ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? അപ്പൊ എന്താ സംഭവിക്കുക? നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാതാവും. പിന്നെ വരുന്നത് എന്താ വെച്ചാൽ നമുക്ക് എക്സ്പെക്ടേഷൻ അല്ലെ? ഇങ്ങനെ ആയിരിക്കണം എന്ന ഡിമാൻഡ് ഉണ്ടാവും അല്ലെ? നമ്മൾ ഒരാളോട് എന്തെങ്കിലും നല്ലൊരു ബന്ധത്തിലാവുന്ന സമയത്ത് അവൻ എന്നോട് ഇങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ അവൻ ഇങ്ങനെ പെരുമാറണം, ആ രീതിയിൽ ഞാൻ ആഗ്രഹിച്ച പോലെയൊക്കെ അവരെന്നോട് പെരുമാറണം, അല്ലെങ്കിൽ അവരെന്നോട് ആ രീതിയിൽ നിൽക്കണം അല്ലെ? അതൊരു ഡിമാൻഡ് ആയിരിക്കും. ശരിക്കും റിയാലിറ്റി എന്താ? അതിന്റെ ഡിഫറെന്റ് ആണ് അല്ലെ? അവർക്ക് അങ്ങനെ കിട്ടാത്ത സമയത്ത് നമുക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ആവും അല്ലെ? നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ അവര് നമ്മളോട് പെരുമാറിയിട്ടില്ലെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? അവിടെ നമുക്കത് ബുദ്ധിമുട്ടാവും അല്ലെ? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുക? നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആ ബന്ധം തന്നെ ചിലപ്പോൾ തെറ്റാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു തന്നിട്ടുണ്ടാവും, പക്ഷെ അതൊന്നും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒറ്റൊരു കാരണം കൊണ്ട് തന്നെ നമുക്ക് അതെല്ലാം മറന്നു കളയും. അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാതാവും. പിന്നെ അടുത്ത് വരുന്നതാണ് നമുക്ക് പാസ്റ്റിലെ പെയിനിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക, പഴയ വേദനകളും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പ്രസന്റ് ഈ നിമിഷത്തിൽ നമ്മൾ ജീവിക്കുന്നത് സംഭവം പ്രശ്നങ്ങളൊക്കെ അന്ന് കഴിഞ്ഞിട്ടുണ്ടാവും, മുൻപ് ചിലപ്പം വർഷങ്ങൾക്ക് മുൻപ് കഴിഞ്ഞതായിരിക്കും. പക്ഷെ നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത് എന്താ വെച്ചാൽ അവിടെ തന്നെ ആയിരിക്കും. നമ്മളിവിടെ ശരീരം ഇവിടെ ഉണ്ട്, പക്ഷെ മൈൻഡ് ഫുള്ളും അന്ന് കഴിഞ്ഞ, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ അവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ മൈൻഡ് അതിനെ ഓർത്ത് സങ്കടപ്പെട്ട് അത് കുറ്റപ്പെടുത്തി ആ രീതിയിലായിരിക്കും നമ്മൾ പോകുന്നത് അല്ലേ? അങ്ങനെ ഉണ്ടാവാറുണ്ടോ? ഇവിടെ ആർക്കും ഇല്ലല്ലോ, എല്ലാവരും ക്ലാസ്സൊക്കെ കേട്ട് അടിപൊളിയായിട്ട് ഇരിക്കുന്ന ആളുകളാണ്. യെസ്, ഞാൻ പറയുന്നത് യെസ്. പിന്നെ നമുക്ക് വരുന്നത് ലാക്ക് ഓഫ് അവയർനെസ് ആണ്. നമ്മുടെ ലൈഫ് ഇങ്ങനെ സ്പീഡിൽ പോകുന്ന സമയത്ത് എന്താ നമ്മൾ ശരിക്കും അവിടെ നമ്മൾ ജീവിക്കല്ല ചെയ്തത്. അവിടെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് സർവൈവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് അല്ലേ? നമ്മൾ പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകും, പല പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും പോകുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അവിടെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത് അല്ലേ? അപ്പൊ നമ്മൾ പല കാര്യങ്ങളും നമുക്ക് ഉള്ളതിൽ അവയർനെസ് നഷ്ടപ്പെടും.
നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് നഷ്ടപ്പെടുന്നത് നമുക്ക് പറയും ചിലപ്പം വെൽത്ത് ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ശരിക്കും സംഭവിക്കുന്നത് ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല, നമ്മളിൽ ഈ കാര്യങ്ങളുണ്ടാവും, ഈ അവയർനെസ് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞ ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് ആ, നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റും സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റും ആണ്. നമ്മളെപ്പോഴും നമ്മളെ കുറിച്ച് എനിക്ക് കിട്ടുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും മതിയാവില്ല അല്ലേ? നമ്മളെക്കാൾ ബെറ്റർ ആണ് മറ്റൊരാള് അല്ലേ? നമ്മളെക്കാൾ നല്ല ലൈഫ് നയിക്കുന്ന ആളാണ് നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ പറയാറുണ്ട് അല്ലേ? ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് ഉള്ള ആൾ എന്താ പറയുന്നത്? എനിക്ക് ഓൾറെഡി ഉണ്ട് അല്ലേ? ഞാനെപ്പോഴും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റിൽ ഉള്ളവരെന്താ സർവൈവൽ മോഡലാണ്. ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റിൽ ഉള്ളത് ക്രിയേഷൻ മോഡലാണ്. ഇപ്പോഴും നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ പറഞ്ഞ് എപ്പോഴും അടിപൊളിയായിരിക്കാൻ നോക്കുക. ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോ നമുക്ക് ഒരാൾക്ക് വീടുണ്ട്, ചെറിയ വീടായിരിക്കും. അപ്പൊ ആളെന്താ ചിന്തിക്കുന്നത്? എനിക്ക് എൻ്റെ വീട് ചെറുതാണ്, സൗകര്യങ്ങളൊക്കെ കുറവാണ്. അപ്പൊ അതൊരു പെയിനായിട്ട് വേദനയായിട്ട് ഇങ്ങനെ ആളുടെ ഉള്ളിലുണ്ടാവും. മറ്റുള്ള ചിലപ്പോൾ ആളുടെ വീടിന്റെ അടുത്തുള്ള ആളുടെ വീടുകളൊക്കെ ചിലപ്പോൾ വലിയ വീടുകളായിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഒക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ ആൾക്കൊരു പെയിൻ ആയിരിക്കും, ആൾക്കൊരു കുറച്ചിലോ എന്തെങ്കിലും പെയിൻ ആയിട്ട്. എന്നാൽ വേറൊരാൾ അതേ കാര്യം ഉള്ള വേറെ ആൾ എന്താ ചിന്തിക്കുന്നത്? എനിക്ക് ഇപ്പൊ താമസിക്കാൻ ഒരു വീടുണ്ട് അല്ലേ, എനിക്കിതും ഇതും ഇല്ലാത്ത കുറെ ആളുകളുണ്ട് എന്ന രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താ അവിടെ പീസ്, സമാധാനം കിട്ടും അല്ലേ? അവിടെ എന്താ സംഭവിക്കുന്നത്? സെയിം സിറ്റുവേഷൻ ഒരേ സിറ്റുവേഷനിൽ രണ്ടാളെ ചിന്തിക്കുന്ന രണ്ടാളുടെ മൈൻഡ് എന്താ ഡിഫറെന്റ് ആയിട്ടാണ് അല്ലേ? ഒരേ കാര്യം ഈ ചിന്തിക്കുന്നത് രണ്ട് രീതിയിലാണ്, രണ്ടാൾ ചിന്തിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഇനി നമുക്ക് പറയാൻ പോകുന്നത് ഗ്രാറ്റിറ്റ്യൂഡ്, അതുപോലെ ഹാപ്പിനെസ് കണക്ഷൻ. പല ആളുകളും നമുക്ക് പറയില്ലേ, നമുക്ക് ഹാപ്പി ആണെങ്കിൽ മാത്രമേ ഗ്രാറ്റിറ്റ്യൂഡ് വരും. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. നമ്മൾ ഹാപ്പി ആണെങ്കിൽ മാത്രമേ ഗ്രാറ്റിറ്റ്യൂഡ് വരൂ, അല്ലെങ്കിൽ എനിക്ക് നമ്മളോട് ചോദിക്കില്ല നീ ഹാപ്പി ആണെങ്കിൽ എന്താണ് ചെയ്തു തരേണ്ടത്. ചില ആളുകൾ എപ്പോഴും സങ്കടം അല്ലെങ്കിൽ പ്രശ്നങ്ങളിലൂടെ പോകുന്നു, നീ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് പറയില്ലേ? നമുക്ക് ഹാപ്പി ആണെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് വരും ചിന്തിക്കും. പക്ഷെ റിയാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡിൽ ഇരിക്കുന്ന സമയത്താണ് ഈ ഹാപ്പിനെസ് വരുള്ളൂ. നമുക്കുള്ളതിൽ നന്ദി പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കപ്പോൾ ഹാപ്പിനെസ് വരും. മറ്റത് അവിടെ താൽക്കാലികം മാത്രം. മറ്റത് ഫുൾ ടൈം നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. മറ്റത് നമുക്കൊരു സാധനം, നമ്മൾ ഉദ്ദേശിച്ചൊരു കാര്യം, നമ്മൾ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഹാപ്പിയും. അതിൻ്റെ ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്താ ചെയ്യുക? നമ്മളെ ഹാപ്പിയൊക്കെ നഷ്ടപ്പെടും. ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മളെ ഇന്റേണൽ ഡിസിഷൻ ആണ് അല്ലേ? നമ്മൾ ഹാപ്പി ആണെന്ന് നമ്മൾ പറയാറുണ്ട്, എനിക്കെല്ലാം കിട്ടുമ്പോൾ ഞാൻ സന്തോഷിക്കും അല്ലേ? പക്ഷെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് എനിക്ക് ഉള്ളതിൽ സന്തോഷം കണ്ടാൽ, അല്ലെങ്കിൽ അതിന് പഠിച്ചാൽ, ഈ ഗ്രാറ്റിറ്റ്യൂഡ് പഠിച്ചാൽ കൂടുതൽ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും. ഈ ബ്രെയിനിന്റെ കെമിസ്ട്രി എന്താ വെച്ചാൽ, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ നമ്മുടെ ഹാപ്പിനെസ് ഹോർമോണായ ഡോപ്പമൈനും സെറട്ടോണിനൊക്കെ നമുക്ക് വർദ്ധിക്കും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ നമ്മുടെ മൈൻഡ് കാമാവും. നമുക്ക് കംപ്ലൈൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ലൈഫ് ബ്ലോക്ക് ആയി പോകും അല്ലേ? പല കാര്യങ്ങളിലും നമ്മൾ സ്റ്റക്കായി പോകും. ഞാനൊരു പ്രാക്ടീസ് തരട്ടെ? ഇവിടെ എല്ലാവരും വീഡിയോ പോയോ?
അപ്പൊ നമുക്ക് ഇന്നലെ എല്ലാവരും നോട്ട് പാഡും പേനും അടിക്കും കേട്ടോ. എല്ലാവരുടെ കയ്യിലും നോട്ട് പാഡും പേൻ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്നലെ നിങ്ങൾക്ക് സന്തോഷം തോന്നിയ ഒരു ചെറിയ മൊമെന്റ് ഒന്ന് എഴുതി വെച്ച്. അത് ഒന്നോ രണ്ടെണ്ണോ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് ഇപ്പം ആലോചിച്ച് എഴുതണ്ട. നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങളാണെങ്കിൽ അത്രയും മതി. എഴുതിയോ? കഴിഞ്ഞെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ എന്താണെന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ. ഇനി നിങ്ങൾ ഇന്ന് രാവിലെ കണ്ണ് തുറക്കുന്ന സമയത്ത് എന്ത് ഫീലാണ് ഉണ്ടായത്? എന്താണ് ഫീൽ ചെയ്തത്? രാവിലെ തന്നെ ഉണർന്ന സമയത്ത് നിങ്ങൾ കണ്ണ് തുറന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പം എന്ത് ഫീൽ ഉണ്ടായിരുന്നു? ചില ആളുകൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടുണ്ടാവും. ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഇത്രയും ക്ലാസ്സുകൾ കേൾക്കുന്ന അതുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ചില ആളുകൾ ചിലപ്പോൾ ഇന്നലെ കിടന്ന സമയത്ത് ഈ ബിസിനസിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടായിരിക്കും ഉറങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പൊ രാവിലെ ഉണരുമ്പോഴും ആ ചിന്തയോടെ തന്നെ ചിലപ്പം ഇന്ന് ചെയ്യേണ്ട പല കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഉള്ളിൽ. നമുക്ക് ചിലപ്പം ഉണർന്ന ഉടനെ ആ തോട്ട് വരും. ചില ആളുകൾ മൊബൈലിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് രാവിലെ കണ്ണ് തുറന്നപ്പോൾ എന്ത് ഫീലാണ് പെട്ടെന്ന് വന്നത്? ഹാപ്പിനെസ്. ഓക്കെ. ഹാപ്പിനെസ്, എല്ലാവർക്കും ഹാപ്പിനെസ് ഉണ്ട് വിളി. സന്തോഷം, പോസിറ്റീവ്. ഓക്കെ, എല്ലാവർക്കും നല്ല ഫീൽ തന്നെ അല്ലേ? താങ്ക് യു, താങ്ക് യു യൂണിവേഴ്സ്. എല്ലാവർക്കും എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഇനി അടുത്തത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള വേദനാജനകമായിട്ടുള്ള ഒരു മൊമെന്റ് എഴുതിയേക്കാം. എന്നിട്ട് അതിൽ ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ് കേട്ടതിന് ശേഷം ഇപ്പൊ ഇത്ര നേരം നമ്മൾ സംസാരിച്ചതിന് ശേഷം അതിൽ നിന്ന് എന്താണ് നമ്മൾ പഠിച്ചത്? നമുക്ക് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഉള്ളതിൽ നന്ദി പറയാ, ഉള്ളതിൽ നന്ദി പറയാന്നുള്ള മാത്രമാണ് അല്ലേ? പക്ഷെ നമ്മുടെ ഉള്ളിൽ നമുക്ക് വന്ന നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും അല്ലേ? ചിലപ്പം ബിസിനസ്സിൽ പ്രശ്നം ഉണ്ടായിട്ടാണ് തകർന്നിട്ടുണ്ടായിരിക്കാം ലൈഫിൽ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോകുന്ന ആളുകളുണ്ടായിരിക്കാം. അപ്പോൾ ഇതിന് നമ്മൾ ഉള്ളതിൽ മാത്രമല്ല, അതേപോലെ നമുക്ക് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും നന്ദി പറയണമെന്ന് പറയുന്നത്. കാരണം അത്തരം പ്രശ്നം നമ്മുടെ ലൈഫിൽ അത്തരം പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് സ്ട്രോങ് ആയിട്ടിരിക്കുന്നത് അല്ലേ? നമ്മുടെ ഓരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, നമ്മുടെ ലൈഫിലേക്ക് ഓരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ സ്ട്രോങ് ആയി മാറുക ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഇതുവരെ നമ്മൾ പഠിച്ചത് എന്താ? ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഉള്ളതിൽ ഫീൽ ചെയ്യണം, ഉള്ള കാര്യങ്ങൾക്ക് മാത്രം ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന് മാത്രം പോരാ, നിങ്ങൾക്കുള്ള പെയിൻഫുൾ ആയിട്ടുള്ള ഒരുപാട് ഇൻസിഡന്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനൊക്കെ നമ്മൾ അതിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. എനിക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായതിന്, എൻ്റെ ലൈഫിൽ ഈ കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് ഇത്ര ഞാൻ സ്ട്രോങ് ആയത്. ഇപ്പൊ ഞാൻ എൻ്റെ ലൈഫ് നിങ്ങളെ തിരിച്ച് എന്താണ് ചെയ്യാൻ മാറ്റി. ഓക്കെ, അതെ, ഞാനിപ്പോ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നൊരു സർവീസ് എഞ്ചിനീയർ ആയിട്ടാണ് ഇലക്ട്രോണിക്സിൽ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പിന്നെ ഒരുപാട് ബിസിനസ് ഒക്കെ ചെയ്ത് അത് തകർന്ന് നല്ല രീതിയിൽ പോകുന്ന സമയത്താണ് അത് തകരുന്നത്. നല്ല പ്രശ്നങ്ങൾ വന്ന് ഒരുപാട് കടങ്ങളൊക്കെ വന്ന്
ആ രീതിയിൽ പോകുന്നത്. അന്ന് അത് തകർന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ അതിനെ കുറിച്ച് ഇത്രയും പേര് 61 പേര് ഇവിടെ ഉണ്ട്. നിങ്ങളോട് എനിക്ക് ഇത്ര നല്ല കാര്യങ്ങൾ സംസാരിക്കണം. ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്. മറ്റത് ഒരുപാട് സ്ട്രെസ്സിലൂടെ ബിസിനസ് ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് സ്ട്രെസ്സിലൂടെയാണ് കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഞാൻ ഒരുപാട് ആളുകൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒരുപാട് ആളുകളുടെ ലൈഫിലേക്ക് നല്ല കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും ഹെൽപ്പ് ചെയ്യാനും പറ്റുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക്. അപ്പൊ അത് എൻ്റെ ബിസിനസ് തകർന്നത് കൊണ്ടാണ് ഇന്നിവിടെ ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്നെല്ലാം നമ്മുടെ ലൈഫിലേക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ താങ്ക് യു, അത് വീണ്ടും വീണ്ടും വരാനല്ല. അതായത് ഇങ്ങനെ വന്നത് കൊണ്ടാണ് നമ്മളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചത്. ക്ലിയർ അല്ലേ? ഇത് കേട്ടിട്ടുണ്ടോ? നമ്മുടെ പ്രശ്നങ്ങൾക്ക് നന്ദി പറയണമെന്ന് കേട്ടിട്ടുണ്ടോ? അധികം കേട്ടിട്ടുണ്ടാവാം, നമുക്കുള്ള കാര്യങ്ങൾക്കൊന്നും മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സംഭവം കൂടെ എഴുതുക. നിങ്ങൾ പെയിൻഫുൾ ആയിട്ടുള്ള എന്ത് പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് നിങ്ങൾ എന്ത് കാര്യങ്ങൾ പഠിച്ചു, ഇത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ക്ലിയർ അല്ലേ? എല്ലാവരും ഈ 3 കാര്യങ്ങൾ എഴുതിയില്ലേ? ഇല്ല, കേട്ടിട്ടില്ല, ഫസ്റ്റ് ടൈം ആണല്ലേ. അപ്പൊ താങ്ക് യു എന്ന് പറയാം, ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാം. ഇങ്ങനെ ഒരു അറിവ് കിട്ടിയതിന് താങ്ക് യു. എല്ലാവരും നോട്ട് ചെയ്തില്ലേ? യെസ്, ഓക്കെ. അപ്പൊ നമുക്കിനി അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്, നമുക്കത് നോക്കേണ്ടതാണ്. നമുക്ക് മൈൻഡിന്റെ 95% സബ് കോൺഷ്യസ് മൈൻഡ് ആണ് അല്ലേ. അത് ലോജിക്കല്ല, ഇമോഷനാണ് ഫോളോ ചെയ്യുന്നത് അല്ലേ. നമ്മൾ പല കാര്യങ്ങളും ലോജിക്കായിട്ട്, കോൺഷ്യസ് മൈൻഡ് നമ്മൾ ലോജിക്കായിട്ടാണ് കാര്യങ്ങൾ കൊടുക്കുന്നത് അല്ലെ. നമ്മൾ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചിട്ടല്ല ചെയ്യുന്നത്. എന്നാൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ലോജിക്കൽ, അവിടെ ഇമോഷനാണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ആ ഒരു കൊടുക്കുന്ന നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്ന കാര്യങ്ങൾക്കുള്ള ആ ഒരു ഫീലിംഗ് ഇമോഷനും കൂടാണ് ഇത് ഫോളോ ചെയ്യുന്നത്. നമ്മളെ ലൈഫിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്, ബാഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത്, എപ്പോഴും പ്രശ്നങ്ങളായിട്ട് ആണ് ഫീൽ ചെയ്യുന്നത് റിപ്പീറ്റഡ്ലി. നിങ്ങൾ അത് ഫീൽ ചെയ്താൽ എന്താ സംഭവിക്കുക? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് സത്യമാണെന്ന് വിശ്വസിച്ച് അത് ആക്സെപ്റ്റ് ചെയ്യും. സ്ഥിരമായിട്ട് ഇപ്പൊ നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലം തന്നെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ സാർ ലൈഫിൽ സബ് കോൺഷ്യസ് മൈൻഡ് 95 ആണോ? 90 അല്ല അല്ലേ? 90 അത് ശരി. അപ്പൊ അപ്പൊ കോൺഷ്യസ് 5 ഉള്ളൂ അല്ലേ? 5%. ഓക്കെ. അപ്പൊ നമ്മുടെ ലൈഫിന്റെ ഒരു പാറ്റേൺ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ ഇപ്പൊ നമ്മുടെ ലൈഫ് എങ്ങനെയാണ് പോകുന്നത് അങ്ങനെ നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ നോക്കും നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്. നമ്മുടെ ലൈഫിലെ ലോ ഓഫ് അട്രാക്ഷനിലൊക്കെ പറയും നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നത്. അതല്ല ശരിക്കും നമ്മളിപ്പോ എങ്ങനെയാണ് ജീവിക്കുന്നത്, നമ്മളിപ്പോ എന്താണോ അതാണ് നമ്മളെ ലൈഫിലേക്ക് വന്നു ചേരുക എന്ന് പറയുന്നത്. നമ്മുടെ തോട്ട് എന്താണ്, ആ തോട്ടിന് എന്ത് ഫീലിംഗ് ആണ് കൊടുക്കുന്നത്, അതനുസരിച്ചായിരിക്കും നമ്മുടെ ലൈഫിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നത്. അപ്പൊ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് അബണ്ടൻസ് ഒന്നും ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എപ്പോഴും കംപ്ലൈന്റ് മോഡിലാണെങ്കിൽ, നിങ്ങൾക്ക് എപ്പോഴും പ്രശ്നങ്ങളാണ് ഫീൽ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾ സത്യം എന്താണ് കള്ളം എന്താണെന്ന് വിശ്വസിക്കാനുള്ള ഒരു തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ആൾക്കില്ല. നിങ്ങൾ കൊടുക്കുന്ന എന്താണ് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊടുക്കുന്നത് അത് തന്നെ ആയിരിക്കും ഇരട്ടിയായിട്ട് തിരിച്ചു വരിക. പോസിറ്റീവ് ഇൻപുട്ട് കൊടുക്കല്ലേ സാർ? നമ്മളെപ്പോഴും നമുക്ക് പോസിറ്റീവ് ആയിരിക്കാനും പറ്റില്ല. പക്ഷെ നമ്മുടെ ലൈഫിൽ 80% ഡെയിലി നമ്മൾ പോസിറ്റീവായിട്ടിരിക്കാം. നമ്മൾ ഡെയിലി അത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ദിവസം ഒരു 10 കാര്യങ്ങളെങ്കിലും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഇരട്ടിയാക്കാനുള്ള കാര്യങ്ങൾ നമ്മളെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കും. നമുക്കത് സ്ഥിരമായിട്ട് പറയാനുള്ള അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കും. ബോധപൂർവം നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കാം, അത് ഫീൽ ചെയ്യാട്ടോ. പറയുന്ന സമയത്ത് അത് ഫീൽ ചെയ്യും കൂടെ ചെയ്യാം. നമ്മുടെ ലൈഫില് നമ്മൾ പറഞ്ഞില്ലേ, റിപ്പീറ്റഡ്ലി അത് ഫീൽ ചെയ്താൽ സബ് കോൺഷ്യസ് മൈൻഡ് അത് പ്രോഗ്രാം ചെയ്യും. നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യുന്നതിനുള്ള ഒരു ടൂളും കൂടെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്ന സമയത്ത്
സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു മെസ്സേജ് പോകും, ഞാൻ സേഫ് ആണ്. അപ്പോ സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ്, നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കാണിച്ച് തരും. നമ്മുടെ ബ്രെയിനിൽ റാസ് എന്ന് പറയുന്ന റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതുകൊണ്ടാണ് ആ സിസ്റ്റം ഓൺ ആകുന്നതുകൊണ്ടാണ് നിങ്ങൾ എന്താണ് ഏത് കാര്യത്തിലേക്കാണ് നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണിച്ചു തരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കാരണം ഇവിടെ ക്ലാസ്സുകളിലൊക്കെ എപ്പോഴും എല്ലാവരും ക്ലാസ്സിൽ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്, നിങ്ങൾക്കൊരു വാഹനം, എന്തെങ്കിലും കാറോ അങ്ങനെ എന്തെങ്കിലും മേടിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഇന്ന കളറുള്ള ഒരു കാർ, ഇന്ന മോഡല്, ഈ കമ്പനിയുടെ, നിങ്ങൾ അതാണ് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത്, നിങ്ങൾ ടൗണിലേക്ക് ഇറങ്ങുന്ന സമയത്ത് മുഴുവനും കാണുന്നത് ഒരുപാട് വണ്ടി അവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ഫോക്കസ് എവിടെ പോകുന്നത്, ആ ഒരു വണ്ടിയിലേക്കായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങള് യെസ്, അതായത് നിങ്ങൾ ആ ഇറങ്ങുന്ന സമയത്ത് ചിന്തിച്ചിട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ വണ്ടികൾ കൂടുതലായിട്ട് വരുന്നതല്ല. നോർമലി നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഈ സാധനങ്ങൾ ഈ വണ്ടികളൊക്കെ അവിടെ പോകുന്നുണ്ട്, ഇതിന് മുൻപ് ഇതൊക്കെ പോയിട്ടുണ്ട് നിങ്ങൾ മുന്നിലൂടെ. അപ്പൊ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ല, നിങ്ങളുടെ മൈൻഡ് അവിടെ, നിങ്ങളുടെ റാസ് അവിടെ ആക്റ്റീവ് ആയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇതിനെ കുറിച്ച് നിങ്ങളുടെ മൈൻഡിലേക്ക് ആ ഒരു തോട്ട് കൊടുത്ത സമയത്താണ് പിന്നീട് നിങ്ങൾക്കത് എത്ര തിരക്കിനിടയിലും നിങ്ങൾക്ക് ആ വണ്ടി കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് നല്ല ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാൾ, ഒരുപാട് ആളുണ്ട്, നല്ല തിരക്കാണ്, അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആള് അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് അല്ലേ കാണാൻ പറ്റൂലേ? അത്ര ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റും, ഇത് ഇയാളെ എവിടെ കണ്ട പരിചയമുണ്ട്, അല്ലെങ്കിൽ ഇതെന്റെ ഫ്രണ്ടാണല്ലോ, എൻ്റെ കൂടെ പഠിച്ച ആളാണ്. ആ തോട്ട്, ആ ഒരു ഫോക്കസ് അവിടെ പോകും. അപ്പൊ നമ്മുടെ റാസ് ആക്റ്റീവ് ആയതുകൊണ്ടാണ്. നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് അതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ തമ്മിലെ കണക്ഷൻ എന്താ വെച്ചാൽ, നമ്മുടെ തോട്ട്സ് എല്ലാം എനർജിയാണ് അല്ലേ? ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്ന, ഈ ക്ലാസ് കേൾക്കുന്നത്, ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന അതൊരു എനർജിയാണ്. നിങ്ങളുടെ മുന്നിലുള്ള ഫോണ്, നിങ്ങളിപ്പോ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഫോണ് എനർജിയാണ്. എല്ലാം സൃഷ്ടിച്ചത് എനർജിയാണ്. അപ്പൊ നമ്മുടെ ഈ തോട്ട്സിനും എനർജി ഉണ്ട്. അപ്പൊ നമ്മുടെ ഇമോഷൻ, ആ തോട്ട്സിലെ ഇമോഷനും, ആ ഒരു ഇമോഷനാണ് ഫ്രീക്വൻസി ആയി മാറുന്നത് അല്ലെ? ആ ഒരു ഫ്രീക്വൻസി മാച്ച് ആവുന്ന സമയത്താണ്, ഞാൻ പറഞ്ഞു ലോ ഓഫ് അട്രാക്ഷൻ വരയ്ക്കാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് അതിന് ഇമോഷനും കൂടെ ആ കൊടുത്തു കഴിയുമ്പോൾ ആ ഫ്രീക്വൻസി മാച്ച് ആവുന്ന സമയത്താണ്, കൂടെ നമ്മൾ ആക്ഷൻ കൂടെ എടുക്കുന്ന സമയത്താണ് റിസൾട്ട് വരുന്നത് അല്ലേ? നമ്മൾ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ വരയ്ക്കുമ്പോൾ നമ്മുടെ കംപ്ലൈൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ, നമ്മുടെ ഫ്രീക്വൻസി ലോ ആവും. അപ്പോ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് വരുന്നത് പ്രശ്നങ്ങളായിരിക്കും. ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രീക്വൻസി, ഗ്രാറ്റിറ്റ്യൂഡ്, അതുപോലെ ഫോർഗീവ്നെസ്, സെൽഫ് ലവ്, ഈ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ എനർജി, ആ ഫ്രീക്വൻസി ഹൈ ആവും. അപ്പൊ എന്താ സംഭവിക്കാം, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരാനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും നമ്മുടെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു തരും അല്ലെ? നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് ആക്ഷനും കൂടെ വേണം. അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു റോങ് ഫ്രീക്വൻസിയിലുള്ളൊരു റേഡിയോ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ റേഡിയോയിൽ റോങ് ഫ്രീക്വൻസിയിൽ സെറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക, നിങ്ങൾക്ക് പാട്ടൊന്നും കേൾക്കാൻ പറ്റില്ല അല്ലെ? ഒരു നോയ്സ് മാത്രമല്ലേ കേൾക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ കറക്റ്റ് ഫ്രീക്വൻസി സെറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക, അവിടെ മ്യൂസിക് വരും അല്ലെ? അപ്പൊ നമ്മൾ കൊടുക്കുന്നതിൽ നമ്മൾ എന്ത് തോട്ടാണോ കൊടുക്കുന്നത്, അതിന് ആ എനർജി, ആ ഫ്രീക്വൻസി കറക്റ്റ് ആയാലാണ് ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡിൽ ആ വൈബ്രേഷൻ മാച്ച് ആയാലാണ് സെയിം വൈബ്രേഷനിലുള്ള ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് വരുള്ളൂ. നമ്മുടെ ഡെയിലി ലൈഫിൽ ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം നോക്കല്ലേ? അപ്പൊ നമ്മൾ പലരും നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ഈ പല പ്രോഗ്രാമിലും ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കണം, നമുക്കുള്ളതിൽ നന്ദിയുള്ളവരായിരിക്കണം, അങ്ങനെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ കേൾക്കും. അത് കേട്ട് ആ ഒരു 1 hour അല്ലെങ്കിൽ 2 hour നമ്മുടെ ഉള്ളിൽ അത് ഉണ്ടാവും. പിന്നെ നമ്മൾ ചിലപ്പോൾ വീട്ടിലെത്തുമ്പോഴേക്കും, അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അത് മറന്നു പോകും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഡെയിലി ലൈഫിൽ ഗ്രാറ്റിറ്റ്യൂഡ് പതിയെ പതിയെ അറ്റാച്ച് ചെയ്യണം. മോർണിംഗിൽ എണീറ്റ സമയത്ത് എന്താ ചെയ്യേണ്ടത് വെച്ചാല്,
കണ്ണ് തുറക്കുമ്പോൾ ഈ ഫോൺ നോക്കുന്നതിന് മുൻപ് നമ്മൾ പറഞ്ഞു, പല ആളുകൾ ഇപ്പോഴത്തെ പല ആളുകളും ആദ്യം പോകുന്നത് ഫോണിലേക്കായിരിക്കും അല്ലെ. അപ്പൊ അതിന് മുൻപ് ആദ്യം ഒന്ന് ഫീൽ ചെയ്യാം, അവെയർ ആവുക, ഫീൽ ചെയ്യുന്ന ഞാൻ ജീവിച്ചിരിക്കുന്നു, ഇപ്പോ ഞാൻ ജീവിച്ചിരിക്കുന്നു, എനിക്ക് ശ്വാസമുണ്ട്, ശ്വസിക്കാൻ കഴിയുന്നുണ്ട്, കണ്ണ് തുറക്കാൻ പറ്റുന്നുണ്ട്, അത് ഫീൽ ചെയ്യാം. എനിക്ക് ഒരു പുതിയൊരു ദിവസം കിട്ടി, അത് ഫീൽ ചെയ്യാം. ഒരു കുറച്ച് സമയം മതി, നിങ്ങൾക്ക് ഒരു 30 സെക്കൻഡോ ആ ഒരു സമയത്ത് ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ണ് തുറന്നിട്ട് ഈ കാര്യങ്ങളൊന്ന് ഫീൽ ചെയ്യാം. അതേപോലെ നടക്കുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് ഇറങ്ങും അല്ലേ, ബെഡിൽ നിന്ന് ഇറങ്ങിയിട്ട് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നടക്കാൻ കാലുകളുണ്ട് അല്ലേ. പല ആളുകളും വീൽ ചെയറിലായിരിക്കും, ചില ആളുകൾ ബെഡിൽ എണീക്കാൻ കഴിയാതെ വർഷങ്ങളായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പൊ എനിക്ക് നടക്കാൻ കാല് തന്നതിന് താങ്ക് യു പറയാം, ബ്രീത്ത് എടുക്കാൻ പറ്റുന്നതിന് താങ്ക് യു പറയാം. അതേപോലെ ഫുഡ് കഴിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞു അല്ലേ, ആ കൃഷി ചെയ്യുന്ന ആളുകൾക്ക്, അതുപോലെ ആ വാഹനങ്ങൾക്ക് കടയിലേക്ക് ആ സാധനങ്ങളും പച്ചക്കറികളൊക്കെ എത്തിക്കുന്ന ആ ഒരു വാഹനത്തിന് ആ ഡ്രൈവർക്ക്, അതിനൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാം. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ആ വീട്ടിൽ പാചകം ചെയ്തു തരുന്ന അമ്മയ്ക്കൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാം. പിന്നെ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് 3 കാര്യങ്ങൾ അന്നത്തെ ദിവസത്തിൽ സംഭവിച്ചിട്ടുള്ള, അതുവരെ സംഭവിച്ചിട്ടുള്ള മിനിമം ഒരു 3 കാര്യങ്ങൾക്കെങ്കിലും നിങ്ങൾ നന്ദി പറയണം. പറയാറുണ്ടോ? നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാൻ നോക്കാം. നമ്മൾ റിലേഷൻഷിപ്പിലൊക്കെ പല കാര്യങ്ങളും നമുക്ക് സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല പല കാര്യങ്ങളും സംഭവിക്കുന്നത്. അതായത് നമുക്ക് അപ്രിസിയേഷൻ ഇല്ലാത്തത് കൊണ്ടും പല കാര്യങ്ങളും പ്രശ്നങ്ങളിലൊക്കെ പോവാറുണ്ട് അല്ലേ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ പാർട്ട്ണറിന്റെ മിസ്റ്റേക്കിലേക്കായിരിക്കും അല്ലേ, എന്തെങ്കിലും തെറ്റിലേക്കോ അല്ലെങ്കിൽ ആളുടെ എന്തെങ്കിലും കുറവിലേക്കോ അല്ലെങ്കിൽ ആളെന്തെങ്കിലും ബിഹേവ് ചെയ്യുന്നതിലേക്കൊക്കെ ആയിരിക്കും നമ്മുടെ ഫോക്കസ് പോകുന്നത്. അതെടുത്തിട്ട് ഇങ്ങനെ പറയും, ആൾക്ക് നല്ല സ്നേഹം ഉണ്ടാവും, നമ്മളോട് നല്ല രീതിയിലൊക്കെ പെരുമാറുന്നുണ്ടാവും, പല കാര്യങ്ങളും നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ ഫോക്കസ് എവിടേക്ക് പോകുന്നത്? ആള് ചെയ്ത തെറ്റിലേക്കൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്താ ഗ്രാറ്റിറ്റ്യൂഡ് എവിടെ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്? ആളെടുക്കുന്ന എഫേർട്ട് അല്ലേ, നമുക്ക് ചെയ്തിരുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഓഫീസിൽ നിന്നൊക്കെ വന്നിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് വരുമ്പോ തന്നെ ചായയോ പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്ന് തരുന്നുണ്ടാവും. അപ്പൊ താങ്ക് യു പറയാ. അപ്പൊ അവരുടെ മുഖത്തുനിന്ന് ഒരു ഫീൽ വരാണ്ട്, ഒരു ചിരി വരാണ്ട്. നമുക്ക് ഓരോ കാര്യങ്ങൾക്കും നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ പാർട്ണർക്ക് നിന്ന് എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന പ്രശ്നങ്ങളിലേക്കാണെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ, ഞാൻ പറഞ്ഞില്ലേ, കൂടുതൽ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരും അല്ലെ. ഗ്രാറ്റിറ്റ്യൂഡ് അതിന് പറയാനുള്ള അവസരങ്ങൾ വരുന്ന പറയുന്ന പോലെ തന്നെ നമുക്ക് കംപ്ലൈൻസ് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് അത് ചേഞ്ച് ആവും കേട്ടോ. പിന്നെ അടുത്ത് നമുക്ക് നോക്കാം ഗ്രാറ്റിറ്റ്യൂഡ് സമ്പത്തിനെ കുറിച്ച് അല്ലേ. നമുക്ക് മണി ബ്ലോക്ക് വരാറുണ്ട്. ഈ മണി ബ്ലോക്ക് വരുന്നത് സമ്പത്ത് ഇല്ലാത്തതിന്റെ കുറവുകൊണ്ടല്ല, ഈ മണി ഇല്ലാത്ത ക്യാഷ് ഇല്ലാത്തതിന്റെ കുറവുകൊണ്ടല്ല, നമുക്കതിനോട് റെസ്പെക്ട് സ്നേഹം അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെ. നമുക്ക് ഒരുപാട് ക്യാഷ്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് നാളെ കുറച്ച് ക്യാഷിന്റെ ആവശ്യമുണ്ട്, അത് ആ ഒരു സമയമാകുമ്പോഴേക്ക് നമുക്ക് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണോ ആ ഒരു സമയമാകുമ്പോഴേക്ക് നമുക്ക് ക്യാഷ് കിട്ടും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് ചിലപ്പോൾ ഇല്ല കുടുങ്ങി എന്നൊക്കെ തോന്നുന്ന സമയം ഉണ്ടായിരിക്കും, ഇത് കിട്ടാനൊരു വഴിയില്ല. പക്ഷെ ആ ഒരു സമയമാകുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ കൈകളിലേക്ക് അതെങ്ങനെയെങ്കിലും വന്നു ചേരും. അപ്പൊ ആളുകൾ എന്താ പറയാ, എൻ്റെ കയ്യില് പണമില്ല. അപ്പൊ നമ്മൾ എന്താ പറയണ്ടേ? എനിക്ക് എൻ്റെ കയ്യിൽ ഒരുപാട് സമ്പത്തുണ്ട്, എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള സമ്പത്ത് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, എനിക്ക് എൻ്റെ പണം ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിനെ സ്നേഹിക്കണം. നമ്മള് പൈസ കൊടുക്കുന്ന സമയത്തും ചില ആളുകൾ ചെയ്യുന്ന കേൾക്കാറുണ്ട്,
കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ നമ്മളെ കയ്യിൽ കുറച്ചുണ്ടാവുള്ളൂ. അപ്പൊ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ എന്താ ഫീല്, അതൊരു ഇല്ലായ്മ നമുക്ക് അങ്ങ് ഫീൽ ചെയ്തിട്ട് ആകെ ഉണ്ടായിരുന്ന ക്യാഷ് അത് അവന് കൊടുത്തു അല്ലെങ്കിൽ ആദ്യ കാര്യങ്ങൾക്ക് കൊടുത്തു എന്നുള്ളതായിരുന്നു. അപ്പൊ അവിടെ ഫീൽ ചെയ്യണം, നമ്മൾ അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യണം. നമുക്കൊരു ക്യാഷ് കൊടുക്കും, നിങ്ങളൊരു കടയിൽ നിന്നോ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്കൊരു സർവീസ് കിട്ടിയിട്ടുണ്ടാവും അല്ലെ. നമ്മൾ ആ കൊടുക്കുന്നതിനുള്ള ഒരു മൂല്യം നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെ. നിങ്ങൾ എന്തെങ്കിലും ക്യാഷ് എന്തെങ്കിലും സാധനം മേടിക്കുക അല്ലെങ്കിൽ ഒരാൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതേപോലെ ഒരു കോഴ്സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൊടുക്കുന്ന പണത്തിനുള്ള ഒരു മൂല്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പൊ അവിടെ കംപ്ലൈന്റ് പറയാതെ അതിനെ ശരിക്കും നമ്മൾ ക്യാഷ് കൊടുക്കുന്ന സമയത്ത് അനുഗ്രഹിച്ചിട്ട് വിടണം എന്ന് പറയാം. താങ്ക് യു പറയാം. ആ മേടിക്കുന്ന ആൾക്കും താങ്ക് യു പറയണം എന്നാ പറയാം. അപ്പൊ നിങ്ങളത് ഫീൽ ചെയ്യുമെങ്കിലും ഇനി കൊടുക്കുന്ന സമയത്ത് ഫീൽ ചെയ്യും. അതേപോലെ നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്ന സമയത്തും താങ്ക് യു അത് ഫീൽ ചെയ്യാം. ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അതുപോലെ അഫർമേഷൻ ഒക്കെ എഴുതാറില്ലേ. അതേപോലെ ഫീൽ ചെയ്യാം, എന്നിട്ട് പറയാം, ഉള്ളിൽ പറയാം. നിങ്ങൾക്ക് അപ്പം പറയാം, എന്നിട്ട് വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് എഴുതി വയ്ക്കണമെങ്കിൽ എഴുതി വയ്ക്കുകയും ചെയ്യാം. ഇങ്ങനെയും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇനി ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യേണ്ടത്? നമുക്ക് ദിവസവും, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവും. അപ്പൊ ദിവസവും നിങ്ങൾ കുറഞ്ഞ 10 കാര്യങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ മുതൽ അല്ലെങ്കിൽ രാവിലെ എഴുതാം അല്ലെങ്കിൽ രാത്രി എഴുതാം. രാവിലെ എണീറ്റ ഉടനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ പോകുന്നതിന് മുൻപോ നിങ്ങൾക്കൊരു 10 കാര്യങ്ങൾക്ക് എല്ലാ ദിവസവും നന്ദി എങ്ങനെ എഴുതാം? എനിക്ക് ഇന്ന് എണീക്കാൻ കഴിഞ്ഞതിന് പ്രപഞ്ച ശക്തിക്ക് നന്ദി. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഇതിലാണ് വിശ്വസിക്കുന്നത്? നമ്മൾ ഓരോരുത്തരും പല എനർജിയിൽ അല്ലെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പൊ നമ്മൾ എന്തിലാണോ വിശ്വസിക്കുന്നത് ആ കാര്യങ്ങൾക്ക് നിങ്ങൾ അത് എടുത്തിട്ട് എഴുതാം. എനിക്ക് നല്ല വീട്, ഇന്നത്തെ മെഡിറ്റേഷൻ കേട്ടില്ലേ, എനിക്ക് നല്ല വീട് തന്നതിന് നന്ദി. എനിക്ക് നല്ല പാരൻസിനെ കിട്ടിയതിന്, മക്കളെ കിട്ടിയതിന്, ഹസ്ബൻഡിനെ കിട്ടിയത് അല്ലെങ്കിൽ വൈഫിനെ കിട്ടിയതിന്, നല്ല അച്ഛനെയും അമ്മയും ഉമ്മയും ബാപ്പയും കിട്ടിയതിന് അല്ലേ. അങ്ങനെ ഓരോ കാര്യം, യാത്ര ചെയ്യാൻ, ട്രാവൽ ചെയ്യാൻ, നമുക്ക് നല്ല വാഹനം, ഞാൻ ആഗ്രഹിച്ച വാഹനം കിട്ടിയതിന്, മഴ നൽകിയതിന് അല്ലെ, നല്ല വെയിൽ നൽകിയതിന്, ചെടികൾക്ക്, മരങ്ങൾക്ക്, ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ കടയിൽ നിന്ന് സാധനം മേടിക്കുന്ന സമയത്ത് അതിന് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ വിചാരിക്കും അതിന് ക്യാഷ് കൊടുത്തിട്ടില്ലേ, പിന്നെ ഇപ്പൊ എന്തിനാ നന്ദി പറയേണ്ട കാര്യമുണ്ടോ അല്ലേ. അങ്ങനൊക്കെ ചിന്തിക്കാറുണ്ട്. അപ്പൊ അവിടൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് ഇതേപോലെ പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ദിവസവും കുറഞ്ഞത് 10 കാര്യങ്ങൾക്ക് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതും. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്ത്, ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഒരു 1 വീക്ക് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ ഫീല്, ഇതുവരെ ഉള്ളതും പിന്നെ ഇതിന് ശേഷമുള്ളത് എന്താ നിങ്ങളുടെ ലൈഫിൽ നിന്ന് സംഭവിക്കാമെന്ന് നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോ ചെയ്യാറുണ്ട്. ഇത്രയും താങ്ക് യു. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. താങ്ക് യു ഓൾ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. എന്താണ് ഫീലിംഗ്? ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ കേട്ടതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങൾ കേൾക്കാത്ത അങ്ങനെ എന്തെങ്കിലും പോയിന്റ്സ് അങ്ങനെ എന്തെങ്കിലും കിട്ടിയോ? ഇല്ല, EFT വന്ന ശേഷം ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാറുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് പറയാറുണ്ട്. സാർ പറഞ്ഞ മണിയനക്കാണെങ്കിൽ മണിയൻ്റെ അടുത്ത് പോയി വരൂ, നമ്മൾ വീട്ടിലൊരു വിരുന്നുകാർ വന്നാൽ എങ്ങനെയാണ് തിരിച്ചു പോയിട്ട് വരൂ എന്ന് പറയുന്ന പോലെ കൊടുക്കുന്ന സമയത്ത് അങ്ങനെ പറയാറുണ്ട്. പിന്നെ സാറ് പറഞ്ഞ പോലെ ഇപ്പൊ EFT വന്നതിനെ കുറിച്ച് ശേഷം ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളതിൽ കൂടുതൽ തൃപ്തിയാണ്, ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കാറില്ല. സാറ് അതുപോലെ തന്നെ മറ്റേത് പണ്ട് നടന്ന സംഭവങ്ങൾ കൊണ്ട് നമുക്ക് പല പാഠങ്ങളും പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ അവയർനെസ് കിട്ടുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് സാറിന്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിക്കുന്നതിനും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയുന്നു. താങ്ക് യു സാർ. താങ്ക് യു മാം. സിറ്റുവേഷനിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക. ഇറ്റ്സ് ന്യൂ തിങ്സ്. താങ്ക് യു. വേറെ ആർക്കാണ് എന്താണ് പറയാനുള്ളത്? ഓക്കെ, പറഞ്ഞോ. ഹലോ. ഹായ്. സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ആമിന, ഞാൻ കണ്ണൂർ മാട്ടൂലാണ്. സാറിൻ്റെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് സാറിൻ്റെ നാളേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സമയത്ത്
പെയ്ഡ് സെഷനിലേക്ക് വരാനാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പൊ ടൈമിൽ അർജന്റ് ആയ ടൈമിൽ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല, കയ്യിലായിരുന്നു. പക്ഷെ എനിക്ക് 12 മണിയുടെ ടൈമിങ് തന്നു. പക്ഷെ ആ ടൈമിങ്ങിലും ഞാൻ പറഞ്ഞാല് ക്ലാസ്സിൽ എന്തോ കേൾക്കാനുണ്ടാവാം. നമ്മള് ഓരോ ഹാർട്ട് പറയുന്നത് പോലെയാണല്ലോ സർ. അപ്പൊ ആ ടൈമിങ്ങില് നമ്മൾക്ക് ക്ലാസ് കേട്ടതിന് ശേഷമായിരിക്കും നമ്മൾക്ക് ഈ ഒരു എൻട്രിങ് ഉണ്ടാവല്. അപ്പോ എനിക്ക് ക്ലാസ് കേട്ടു. ഞാൻ ഇതിന് മുന്നേ കുറെ കോഴ്സ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ട്രെയിനേഴ്സ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ സമയത്ത് സാറ് പറഞ്ഞ ഒരുപാട് കാര്യത്തില് എനിക്ക് വീണ്ടും അറിവ് കിട്ടിയല്ലോ. നമ്മളിപ്പോ എന്താ പറയാ, ലൈഫ് ഏറ്റവും കൂടുതൽ വേണ്ടത് അറിവ് തന്നെയാണ്. അറിവ് കഴിഞ്ഞിട്ടാണ് ബാക്കിയെല്ലാം നമ്മുടെ ഇടങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അറിവ് നമ്മൾ എത്രമാത്രം കൊടുക്കും തോറും നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് പൂർത്തിയാവുന്നുണ്ട്. ഇപ്പോ സർ ഓൾമോസ്റ്റ് പറഞ്ഞതുപോലെ ഈ ഒരു എമൗണ്ടില് സർ നമുക്ക് ഓക്കെ എമൗണ്ട് എത്തുന്നില്ലെങ്കിൽ അതിന്റെ മെയിൻ റീസൺ എന്തെങ്കിലും ഉണ്ടാവും. ഒന്നെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം. അപ്പൊ നമ്മൾക്കൊരു എമൗണ്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ ചെലവാക്കുന്ന രീതി നമുക്ക് എവിടെയെങ്കിലും ഉള്ളത് കൊണ്ടായിരിക്കാം എമൗണ്ട് നമ്മൾ ഇടങ്ങളിലേക്ക് വരാത്തത്. അപ്പൊ അതും എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ പവർ പറയണമെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സെൽഫിനെ കൂടുതലായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർത്തിയാവും. ആദ്യം സാറ് പറഞ്ഞതുപോലെ ലൈഫിൽ എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും നമ്മളെ ഒരുപാട് ശക്തിപ്പെടുത്തുന്നുണ്ടാവല്. അപ്പോ വീണ്ടും അതിൽ നമുക്ക് എന്തോ അറിവ് കിട്ടി. അങ്ങനെ അറിവ് കിട്ടിയതിലാണ് നമ്മൾ ഓരോ വ്യക്തികൾക്കും നമ്മൾ ഓരോരുത്തരും പറയാറുണ്ട്, എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രശ്നം നടന്നത് കൊണ്ടല്ലേ ഞാൻ എവിടെ ആവാത്തത്. പക്ഷെ നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ വരണം. പ്രശ്നങ്ങൾ വന്നാൽ മാത്രമേ നമ്മൾ അതിൽ നിന്ന് ഒരു ഉയർച്ചയിലേക്ക് നമ്മൾക്ക് എത്താൻ കഴിയും. അന്നൊരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇനി ഈ ഒരു ഇപ്പൊ സാറിന്റെ ആയിക്കോട്ടെ, ആ സാറിനെ കാണുന്നുണ്ടെങ്കിൽ മേ ബി എന്തെങ്കിലും ഒരു പാകപ്പെടുത്തലായിരിക്കും സാറിനെ കണക്ട് ചെയ്യുന്നുണ്ടാവില്ല. അതെല്ലാം ദൈവത്തിന്റെ ഒരു നിശ്ചയമാണ്. അപ്പോ ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്തതിൽ വളരെയധികം ഹാപ്പി ഉണ്ട്. എല്ലാരും കണ്ടതില് ആരാ എന്താ ഒന്നും അറിയാത്ത രീതിയിൽ ഒരു ടീം ആവുക, അതൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. അഥവാ സെഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കണക്ട് ചെയ്തരാം. താങ്ക് യു. താങ്ക് യു മാം. പിന്നെ വേറെ ആരൊക്കെയാണ്? Good morning, sir. ഗുഡ് മോർണിംഗ്. Good morning, all of you. Thank you. വളരെ നന്നായിട്ടുണ്ട് ക്ലാസ് സാറ്. ഞാൻ ഇടയ്ക്ക് കേൾക്കാറുണ്ട്, പക്ഷെ ഇടയ്ക്ക് ഡ്രോപ്പാകലുണ്ട്. ഇന്ന് കുറച്ച് വൈകി. ഇതിനു മുമ്പ് കയറാനും പറ്റിയില്ല. പുതിയ നമ്മുടെ സ്റ്റാഫ് ഇൻസ്പയർ കഴിഞ്ഞിട്ട് പുതിയത് തുടങ്ങിയല്ലോ, അതിൽ കയറാൻ പറ്റിയില്ല. അതിന്റെ ഇതിൽ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കയറി വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ മാഡം പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന പല കാര്യങ്ങളും ഇപ്പൊ എങ്ങനെ വരുന്നു പോകുന്നു എന്നുള്ളത് സാറ് ഇപ്പോ വ്യക്തമായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തന്ന് അത് വെള്ളം കഴിഞ്ഞു. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ഇപ്പോ സാറ് ഷാഫി സാറുടെ പഴയ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്തതുകൊണ്ട് സൂമിൽ പങ്കെടുത്തുകൊണ്ട് അത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എവിടെ എത്തറില്ല. സാറ് പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് എന്തോ ഒന്ന് കിടക്കുന്നുണ്ട്. അത് എന്താണ് മൈനസ് എന്ന് അറിയാൻ കഴിയുന്നില്ല. അപ്പോ ഇത് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്താൽ നമുക്ക് നല്ല പിന്നെ ഉയർച്ച ഉണ്ടാകുന്നുണ്ട്, അതായത് മാറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ ചില ആൾക്കാർ പറയാത്ത ആൾക്കാരുണ്ടാവും. ഗ്രാറ്റിറ്റ്യൂഡ് അവർക്ക് ഒരു അതിശയം തോന്നുന്നുണ്ട്. എന്താ പിന്നെ ഇയാള് പറയുന്നത്, അതായത് സമൂഹത്തിൽ ചെയ്യാത്ത ആൾക്കാരാണ് അവര്. ഇന്ന് പോയി വാന്നിടത്തോളം, അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നില്ല. ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്താല് ഓരോ പേഴ്സണും പിന്നെ ഉയർച്ച ഉണ്ടാകുന്നുണ്ട് എന്ന് തീർച്ചയാണ്. അതേപോലെ സാറ് പറഞ്ഞ പോലെ എണീക്കുന്നതിന് തന്നെ നമ്മുടെ പ്രപഞ്ചത്തോട് യൂണിവേഴ്സിനോട് നമ്മൾ നന്ദി പറയുകയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിനും പ്രകാശം കിട്ടുന്നുണ്ട്.
അതൊരു ദിവസം മിസ്സായാൽ അതിന്റെ ഫീലിംഗ് ഫുള്ള് തീർച്ചയായിട്ടും കിട്ടും. ആ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അതിന്റെ ഫീലിംഗ് അപ്പോൾ അനുഭവിക്കാൻ കഴിയും. അത് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്ന ആള് ചെയ്യാതെ ഇരിക്കുമ്പോൾ അതിന്റെ ഒറ്റ ദിവസം ചെയ്താൽ മതി, ചെയ്യാതിരുന്നാൽ മതി, അതിന്റെ ഫീലിംഗ് ഉണ്ട്. താങ്ക് യു സാർ. മാഡം പറഞ്ഞതുപോലെ എല്ലാവർക്കും ഇത് പ്രാക്ടീസ് ചെയ്താൽ എല്ലാവർക്കും നല്ല കാര്യമാണ്. താങ്ക് യു സാർ. സാറ് ക്ലാസ്സിൽ ഫസ്റ്റിലാണ് ഞാൻ കേൾക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും ഉണ്ടാവും. താങ്ക് യു. വേറൊരു കാര്യം, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചിലപ്പോൾ നമ്മൾ താങ്ക്സ് പറയുന്ന സമയത്ത് ചില ആളുകൾ നമ്മളോട് പറയാറുണ്ട്, നമ്മളോട് അത്രയും കണക്ഷൻ ഉള്ള ഒരു ആളുകൾ അല്ലേ, നമ്മളോട് കണക്ട് ആയി നിൽക്കുന്ന ആള്, എന്നോടൊക്കെ നന്ദി പറയേണ്ട കാര്യമുണ്ടോ, ഇതിന്റെ ഒരു കടമയല്ലേ? നമ്മൾ എത്ര എന്ത് നല്ല കണക്ഷൻ ആയാലും നമ്മുടെ അത് ഫീൽ ചെയ്യണം, അത് പറയണം. നമ്മളൊക്കെ പറയാറുണ്ട്, പല ആളുകളും നമ്മളോട് പറയാറുണ്ട്, നമ്മൾ വാട്സാപ്പിൽ കിട്ടുന്നൊക്കെ പറയും, എന്നോടൊന്നും വന്നിട്ട് നന്ദി പറയേണ്ട ആവശ്യമില്ല, ഇനി മേലാല് പറഞ്ഞു പോരുന്നൊക്കെ പറയും. അപ്പൊ നമ്മളെ ബന്ധമൊക്കെ ഇല്ലാതാവുന്നൊക്കെ പറയും. അപ്പൊ ആളുകൾ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെ അങ്ങനെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ കൈവച്ചിട്ട് നമ്മുടെ ഉള്ളിൽ പറഞ്ഞാലും മതി, താങ്ക് യു. അത് അവർക്കതൊരു ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ പറയാ ആ താങ്ക് യു. ഒരാള് നമ്മളോട് താങ്ക് യു എന്ന് പറഞ്ഞാൽ തിരിച്ച് നമ്മൾ പറയണം താങ്ക് യു. അതെന്തിനാ? നീ എന്നോട് നന്ദി പറഞ്ഞതിന് നന്ദി ഫീൽ ചെയ്തിട്ട് പറയണം. ആള് നമ്മളോട് നന്ദി പറഞ്ഞില്ലേ, നമ്മൾ ചെയ്തു കൊടുത്തൊരു ഹെൽപ്പിന് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ, ആൾക്ക് ആ നന്ദി പറയാനൊരു കാരണം ഉണ്ടാവും. അപ്പോൾ പറഞ്ഞതിന് തിരിച്ച് നമ്മളൊരു താങ്ക്സ് പറയാം. അപ്പോ ഇനി വേറെ ആർക്കെങ്കിലും പറയണ്ടോ, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സാർ. താങ്ക് യു. എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സാർ. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഇന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഇന്ന് തന്നെ ചെയ്യാം. നമുക്ക് അടുത്ത ആഴ്ച മുതൽ നമുക്ക് മാജിക് പ്രാക്ടീസ് എന്ന് പറയുന്ന റോണ്ടാവേന്റെ ഒരു ബുക്ക് ഉണ്ടല്ലേ, കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡും അതേപോലെ ഫോർഗീവ്നെസ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യും. എല്ലാവരും നമ്മുടെ ഈ ടീമിന്റെ കൂടെ, ഈ സ്കൈലറിന്റെ കൂടെ നിൽക്കാം കേട്ടോ. നമ്മുടെ കൂടെ തന്നെ നിൽക്കാം. ഒരുപാട് നമുക്ക് ഒരുമിച്ച് ലൈഫിൽ ചേഞ്ച് വരുത്താം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു.